ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായൊരു കാലഘട്ടം, പ്രത്യേകിച്ച് 50 വർഷത്തോളം നീണ്ട വളരെ വലിയൊരു കാലം മുഗൾ ഭരണം നടത്തിയതുകൊണ്ട് തന്നെ ഔറംഗസേബ് എന്ന ഭരണാധികാരി ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യപ്പെടും. അതിന് പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താനാവും. മുഗൾ ഭരണകാലത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ അവസാനത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആയിരുന്നല്ലോ ഔറംഗസേബ് എന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ആ സാമ്രാജ്യം അതിൻ്റെ പരമാവധി വ്യാപ്തിയിലൊക്കെ ഉയരുന്നത്. ഏതൊരു സാമ്രാജ്യത്തിൻ്റെയും അതിരുകൾ അതിൻ്റെ പരമാവധി വ്യാപ്തിയിലേക്ക് ഉയരുന്നതോടെ അത് ആ സാമ്രാജ്യത്തിൻ്റെ തന്നെ തകർച്ചയുടെ തുടക്കം കൂടിയാവുമെന്ന് ചരിത്രത്തിൽ നിന്ന് തന്നെ ഒട്ടേറെ ഉദാഹരണങ്ങളോടെ നമുക്ക് പറയുവാൻ സാധിക്കും. അതുപോലൊക്കെ തന്നെയാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലും സംഭവിക്കുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് മിക്ക ചരിത്രകാരന്മാരും ഔറംഗസേബിൻ്റെ നയങ്ങളെയും നീക്കങ്ങളെയും ഒക്കെ വിമർശിച്ചിട്ടുമുണ്ട്. എന്തിനേറെ തൻ്റെ അവസാന കാലത്ത് ഔറംഗസേബിന് തന്നെ തൻ്റെ സാമ്രാജ്യത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും സാമ്രാജ്യം നേരിടാൻ പോകുന്ന പരാജയങ്ങൾ തൻ്റേത് കൂടിയാണെന്ന കാര്യം മനസ്സിലാവുകയും ഒക്കെ ചെയ്തിരുന്നു. 1700 ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും. അത്രമേൽ മികച്ച ഒരു സൈനികനായിരുന്ന, നായകനായിരുന്ന, എത്രയോ യുദ്ധങ്ങൾ നടത്തിയ, ദേശങ്ങൾ വെട്ടിപ്പിടിച്ച, സാധാരണ ജനങ്ങൾക്കായി ഒട്ടേറെ നികുതികളൊക്കെ ഒഴിവാക്കിയ, ഭരണതലത്തിൽ എല്ലായിടത്തും കണ്ണെത്തിയ അതേ ചക്രവർത്തി തന്നെ പിന്നീട് പുതിയ നികുതികൾ കൊണ്ടുവരുന്നതും മറ്റുള്ളവരെ അംഗീകരിക്കാതെ ഇരിക്കുന്നതും തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്ന് എന്ത് തിരിച്ചടി വന്നാലും പുറകോട്ട് പോവാതെ അതേപടി തുടർന്ന് സാമ്രാജ്യത്തിന് തന്നെ നഷ്ടങ്ങൾ വരുത്തിയും ഒടുവിൽ എല്ലാം സ്വയം മനസ്സിലാക്കിയും വേദനയോടെ മരണം നേടിയ ഒരു ചക്രവർത്തി കൂടിയാണ് ഔറംഗസേബ് എന്ന് പറയാം. അപ്രകാരം ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളെക്കുറിച്ചാണ് പറയുന്നത്. അധികാരത്തിലെത്തിയ ഔറംഗസേബ് അബ്ദുൾ മുസഫർ മൊഹിനുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ബഹദൂർ ആലംഗീർ ബാദ്ഷാ ഗാസി എന്ന സ്ഥാനപ്പേരിലാണ് ജീവിച്ചത്. ഷാജഹാൻ്റെ 14 മക്കളിൽ 6-മനായിരുന്ന ഔറംഗസേബ് സൈനിക വിദ്യാഭ്യാസത്തിൽ അഗ്രഗണ്യനാവുകയും മികച്ചൊരു പോരാളിയും സൈന്യാധിപനും ഒക്കെയായി മാറുകയുണ്ടായി. അദ്ദേഹം എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളരാത്ത, പതറാത്ത പ്രകൃതക്കാരനും എന്തിനേയും നേരിടാൻ മനക്കരുത്തുള്ള ഒരാളും കൂടിയായിരുന്നു. 1636 മുതൽ 1644 വരെയും 1652 മുതൽ 1658 വരെയും ഔറംഗസേബ് ഡെക്കാനിലെ ഗവർണർ കൂടിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഗുജറാത്ത്, മുൾട്ടാൻ, സിന്ധ് മേഖലകളുടെയൊക്കെ ഗവർണറായും നിലകൊണ്ടിട്ടുണ്ട്. ഈ സമയങ്ങളിൽ തന്നെ മികച്ച ഭരണാധികാരിയായും സൈനികരുടെ നായകനായും ഒക്കെ അദ്ദേഹം പേരെടുക്കുന്നുണ്ട്. ഗുജറാത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന നികുതി ഘടനയിലെയൊക്കെ മാറ്റം എടുത്തു പറയേണ്ട മികച്ച ഉദാഹരണങ്ങളാണ്. ഏതായാലും 1657 ഷാജഹാൻ അസുഖബാധിതനായതോടുകൂടി പുതിയ ചക്രവർത്തിയാവാൻ ദാരാഷുക്കോ, ഷൂജ, ഔറംഗസേബ്, മുറാദ് എന്നിവർ പോരടിച്ചു. അതിൽ വിജയിച്ചത് ഔറംഗസേബ് തന്നെ. അധികാരത്തിലെത്തിയപ്പോൾ സാധാരണക്കാർ നൽകേണ്ടിയിരുന്ന ഏതാണ്ട് 80ഓളം നികുതികൾ അദ്ദേഹം എടുത്തു കളയുകയും അതുവഴി സാമ്രാജ്യത്തിന് 1 കോടിയിലധികം രൂപയുടെ നഷ്ടം നേരിടേണ്ടതായും വരികയുണ്ടായി. എങ്കിലും ജനങ്ങൾക്ക് ആശ്വാസമാവുന്ന നടപടി അദ്ദേഹം അവിടെ സ്വീകരിച്ചു. തൻ്റെ നേതൃത്വം ഉറപ്പിക്കാനായി തൻ്റെ സൈനികർക്ക് കൂടുതൽ ശമ്പളവും ഔറംഗസേബ് നൽകി. ചക്രവർത്തി സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന പതിവ് രീതികളെയും അദ്ദേഹം ഇല്ലാതാക്കി. തനിക്ക് പിന്തുണ നൽകിയിരുന്നവർക്ക് പ്രത്യേക സ്ഥാനങ്ങളുമൊക്കെ അദ്ദേഹം നൽകുകയുണ്ടായി. നീതിബോധത്തിലും അദ്ദേഹം മികച്ചു നിന്നതായി കാണാം. സാമ്രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതൊക്കെ എത്രത്തോളം വിജയമായി എന്ന് പറയുക സാധ്യമല്ലെങ്കിലും ഔറംഗസേബ് മികച്ച രീതിയിലാണ് ഭരണം തുടങ്ങിയത് എന്ന് നിസ്സംശയം പറയാം. രാവിലെ 5-നൊക്കെ എഴുന്നേറ്റ് രാത്രി വരെയും ഭരണപരമായ കാര്യങ്ങളിൽ ഔറംഗസേബ് നിലകൊണ്ടു. മരണം വരെയും അങ്ങനെ തന്നെ ആയിരുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മരണം വരെയും ജോലിയെടുക്കുക എന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു നയം കൂടിയാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ മികച്ചൊരു രാജാവിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള, അപ്രകാരം ജീവിക്കുന്ന, എല്ലാ അർത്ഥത്തിലും വലിയൊരു ചക്രവർത്തിയാവാൻ സാധ്യതകളേറെയുള്ള ഒരാളായിരുന്നു ഔറംഗസേബ് എന്ന് പറയാം. എന്നാൽ ഔറംഗസേബ് തീർത്തും ഒരു സുന്നി ഇസ്ലാം വിശ്വാസക്കാരനും മറ്റുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണനകളൊന്നും നൽകാനും നിൽക്കുകയുണ്ടായില്ല. ഇതും ഭരണത്തിലേറി വർഷങ്ങളൊക്കെ കഴിയുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്നാണ്. ഹിന്ദുക്കളായാലും സിഖായാലും ഷിയ മുസ്ലിങ്ങളായാലും പരിഗണനകളൊന്നും അദ്ദേഹം നൽകിയിരുന്നില്ല. തൻ്റെ വിശ്വാസം പ്രധാനമായി തന്നെ അദ്ദേഹം കണ്ടു. എന്നാൽ ആ വിശ്വാസം ഭരണനയങ്ങളിൽ കൂടി കൊണ്ടുവന്നത് ഔറംഗസേബിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണമാണ്. ഔറംഗസേബ് തൻ്റെ വിശ്വാസങ്ങളിൽ നിന്നോ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ നിന്നോ ഒരിക്കലും മാറിയിരുന്നില്ല.
അതുപോലെ ആരെയും പൂർണ്ണമായി വിശ്വസിച്ചിരുന്നതുമില്ല. ഔറംഗസീബിൻ്റെ കാലത്തുണ്ടായിരുന്ന മികച്ച ജനറൽമാരൊക്കെ തന്നെയും ഷാജഹാൻ്റെ കാലത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ളവരാണ് എന്ന് കാണാം. മികച്ച കഴിവുകളുള്ള ജയ്സിങ്ങിനെ പോലെ ഒരാളെ പിൽക്കാലത്ത് ഡെക്കാനിൽ നിയോഗിക്കാൻ പോലും അദ്ദേഹത്തിനായിട്ടില്ല. അദ്ദേഹം തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഏതറ്റം വരെയും പോകും എന്നതും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അച്ഛനെ തടവിലിട്ടതും സഹോദരങ്ങളെ കൊന്നതും അധികാരം പിടിക്കാൻ നോക്കിയ മകനായ അക്ബറിന് രക്ഷപ്പെട്ട് ഓടിപ്പോവേണ്ടി വന്നതുമൊക്കെ ചരിത്രം. ഡെക്കാനിലെ എതിരാളികളെ തകർത്തത് രാജ്പൂത്തുകൾ, സിഖ്, ജത്ത് തുടങ്ങിയവരുടെ എതിർപ്പ്, ഇവരെയൊക്കെ അടിച്ചമർത്തിയത് എല്ലാം ഔറംഗസേബിൻ്റെ തയങ്ങൾ തന്നെയായിരുന്നു. ഒരു വിട്ടുവീഴ്ചയും ഔറംഗസേബ് കൈക്കൊണ്ടിരുന്നില്ല. സുന്നി ഇസ്ലാമിന് പ്രത്യേക പരിഗണനയും ബാക്കിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊരു നയം വന്നപ്പോൾ അക്ബറൊക്കെ കൊണ്ടുവന്നിരുന്ന വിശാലമായ നയം തന്നെ അവിടെ തകരുകയുണ്ടായി. അത് അത്രയും വലിയൊരു സാമ്രാജ്യത്തെ നയത്തിൽ തന്നെ ഒരുമിപ്പിച്ചു കൊണ്ടുപോവുക എന്നതിന് വിള്ളൽ വീഴ്ത്തുകയാണ്. എതിർപ്പുകളെ ഔറംഗസേബിൻ്റെ നായകശേഷിയൊക്കെ തടഞ്ഞു നിർത്തി എന്നത് മാത്രം. അപ്പോഴും ഇത്തരത്തിലുള്ള ചുരുങ്ങിയ ഭരണ നയം ഔറംഗസേബ് എന്ന ചക്രവർത്തിയുടെ വലുപ്പം കുറക്കുന്നുണ്ട്. മതപരമായ കാഴ്ചപ്പാടുകൾ എന്ന പോലെ മുഗൾ സാമ്രാജ്യത്തിനുണ്ടായ മാറ്റങ്ങളുടെ ഒരു അവസ്ഥ കൂടി ഇതിന് കാരണമായി പറയാം. അക്ബറൊക്കെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള വിശാലമായ നയം എന്നത് ഏവർക്കും പരിഗണന നൽകുക എന്നതാണല്ലോ. അവിടെ സൈനിക ബലത്തിൽ നിർണായകമായ രാജ്പൂത് വിഭാഗങ്ങൾക്കൊക്കെ നല്ല പ്രാധാന്യവും ലഭിച്ചിരുന്നു. അത് രാഷ്ട്രീയത്തിലും ജനജീവിതത്തിലുമൊക്കെ പ്രതിഫലിക്കുകയും ചെയ്തു. ആ സമയമൊക്കെ ഭരണതലങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിക്കാതിരുന്ന യാഥാസ്ഥിതിക മുസ്ലിം വിഭാഗങ്ങളൊക്കെ പിൽക്കാലത്ത് പ്രബലരാവുന്നുണ്ട്. ആര് അധികാരം നേടും എന്നതുമായി ബന്ധപ്പെട്ട് യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോൾ പലരും പലർക്കൊപ്പം പോകുന്നതും നമുക്ക് കാണാം. അപ്രകാരം ദാരാ ഷുക്കോവിനെ രാജ്പൂത് മേഖലകൾ പിന്തുണച്ചപ്പോൾ ഔറംഗസേബിനെ കൂടുതലായും മുസ്ലിം മേഖലകൾ തന്നെ സഹായിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കോർട്ടിൽ അവരുടെ പ്രാധാന്യം വർദ്ധിച്ചതായും വിലയിരുത്താവുന്നതാണ്. ഒരുമ വിളിച്ചോതുന്ന കാലാകാലങ്ങളായി ആഘോഷിച്ചു വന്നിരുന്ന പലതും ഔറംഗസേബ് നിർത്തലാക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അതുപോലെ മുഗൾ ചക്രവർത്തിമാർ പിന്തുടർന്നിരുന്ന മറ്റ് മതങ്ങളുടെ രീതികളെയും ഔറംഗസേബ് ഒഴിവാക്കുകയുണ്ടായി. അദ്ദേഹം ഏതു തരം വിശ്വാസക്കാരനായിരുന്നോ ആ ഒരു വിശ്വാസത്തെ ഭരണതലത്തിലേക്കും ഉപയോഗിച്ചത് ഔറംഗസേബിൻ്റെ ഒരു പരാജയമായി വിലയിരുത്താവുന്നതാണ്. തൻ്റെ മതവിശ്വാസത്തെ കൃത്യമായി നടപ്പാക്കുന്നതിനായി അദ്ദേഹം നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയതായും കാണാവുന്നതാണ്. ആ മതവിശ്വാസത്തെ കൃത്യമായി പിന്തുടരാത്തവർക്ക് ശിക്ഷകളും ലഭിച്ചിരുന്നു. സൂഫികൾക്കും ഷിയകൾക്കുമൊക്കെ കനത്ത തോതിൽ ശിക്ഷകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 1679 ഹിന്ദുക്കളുടെ നേർക്ക് അദ്ദേഹം ജിസിയ നികുതി കൊണ്ടുവരുന്നത്. 1658 അധികാരത്തിലെത്തുന്ന ഔറംഗസേബ് 20 വർഷം അതെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നതും ഒരു ചോദ്യമാണ്. ഔറംഗസേബിലെ മാറ്റങ്ങളാവാം ഒരു കാരണം. മറ്റൊന്ന് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക നില കുറയുന്നു എന്ന തോന്നലാവാം. എന്നാൽ ജിസിയ പോലൊരു നികുതി തിരിച്ചു കൊണ്ടുവന്നത് മുൻകാല മുഗളരുടെ വിശാലമായ നയങ്ങളെ ഇല്ലാതാക്കി എന്ന് നിസ്സംശയം പറയാം. തൊഴിലാളികൾക്ക് പൊതുവെ നികുതിയൊന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിം കച്ചവടക്കാർക്ക് നികുതി ഇല്ലാതിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് 5% നികുതി ഉണ്ടായിരുന്നതായും കാണാവുന്നതാണ്. ഇത്തരത്തിലുള്ള വിവേചനപരമായ, പ്രത്യേകിച്ച് മുൻകാല മുഗൾ ചക്രവർത്തിമാർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഔറംഗസേബ് ചെയ്തിരുന്നതായി കാണാം. പല നയങ്ങളിൽ മറ്റ് ജനവിഭാഗങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതുപോലെ മറ്റ് ജനവിഭാഗങ്ങളിലെ പലർക്കും ധാരാളം പണവും പദവികളുമൊക്കെയും ഇതേ ഔറംഗസേബ് തന്നെ നൽകിയതായും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഔറംഗസേബിനെ ചരിത്രത്തിൽ പലരും മികച്ച നായകനായും ഭരണാധികാരിയായും ഒക്കെ അംഗീകരിക്കുക തന്നെ വിമർശിക്കുന്നത്. മുഗളിൻ്റെ ചരിത്രത്തിലെ മതവിശ്വാസത്തിൽ കർക്കശക്കാരനായ ആദ്യത്തെ ചക്രവർത്തി, മതവിശ്വാസത്തിൽ അധികാരം ഏറ്റെടുത്തൊരാൾ, മതവിശ്വാസത്തിനായി ആ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ പോലും ശ്രദ്ധിക്കാതിരുന്ന ഒരാൾ എന്നൊക്കെയായി പല വിശേഷണങ്ങളും ചരിത്രകാരന്മാർ നൽകിയതായി നമുക്ക് കാണാനാവും. 40 വയസ്സൊക്കെ ഉള്ളപ്പോൾ അധികാരത്തിലെത്തിയ ഔറംഗസേബ് മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നും പറയാവുന്നതാണ്. അത്തരം കർക്കശ നിലപാടുകളുടെ ഫലങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്ക് അദ്ദേഹത്തിന് പ്രായവും ഏറെ കടന്നുപോയിരുന്നു. മറ്റെല്ലാ കാര്യത്തിലും ഔറംഗസേബ് ഒരു ചക്രവർത്തിയായി നിലകൊണ്ടപ്പോൾ മതപരമായ രീതിയിലെ പിഴവുകൾ സാമ്രാജ്യത്തിന് തന്നെ ദോഷമായി മാറി എന്ന് പറയാം. അതിൻ്റെ ഉദാഹരണങ്ങളായിരുന്നല്ലോ പലരും നടത്തിയ, സാമ്രാജ്യത്തിൻ്റെ ഭാഗമായവർ തന്നെ നടത്തിയ എതിർപ്പോരാട്ടങ്ങൾ. അതുവരെയും മുഗൾ മേഖലകൾ എത്തിച്ചേരാത്ത പല മേഖലകൾ കൂടെ പിടിച്ചെടുത്ത് മുഗൾ സാമ്രാജ്യം അതിൻ്റെ പരമാവധി വ്യാപ്തിയിലെത്തുന്നത് ഔറംഗസേബിൻ്റെ കാലത്താണല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ നായകശേഷിയും ദൃഢനിശ്ചയവും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡെക്കാൻ മേഖലകൾ. ബിജാപൂരും ഗുൽക്കോണ്ടയും മറാത്തയും ഉൾപ്പെടെ
അദ്ദേഹം എല്ലാം കീഴടക്കുകയും ചെയ്തു. എന്നാൽ മറാത്തയിൽ അദ്ദേഹത്തിന് ചില പിഴവുകൾ സംഭവിച്ചു. സംഭാജിക്ക് ശേഷം നാഥനില്ലാത്ത അല്ലെങ്കിൽ പ്രത്യേക ഭരണതലമൊന്നുമില്ലാതെ പോയ മറാത്ത മേഖലയിൽ ഓരോ കൊച്ചു സൈന്യവും ഓരോ ഗ്രൂപ്പുകളായി മാറുകയുണ്ടായി. സഹ്യപർവ്വതത്തിൻ്റെ പ്രകൃതിയാലുള്ള സുരക്ഷ ഉപയോഗപ്പെടുത്തി ഇത്തരം ചെറു ഗ്രൂപ്പുകൾ പലപ്പോഴും മുഗൾ മേഖലകളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ആക്രമിക്കാനായി മറാത്ത ആർമിയോ അല്ലെങ്കിൽ മറാത്ത ഭരണകൂടമോ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ മുഗൾ പടയ്ക്ക് തിരിച്ച് ഈ സമയം വലിയൊരു പ്രതിസന്ധി നേരിടുകയും സമാധാനം സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയുമുണ്ടായി. ഫലമില്ലാതെ വർഷങ്ങൾ നീണ്ട സൈനിക പ്രവർത്തനങ്ങൾ സാമ്രാജ്യത്തിൻ്റെ ശേഷിയെയും കാര്യമായി തന്നെ ബാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഔറംഗസേബിൻ്റെ ഡക്കാൻ പോളിസി ഒരിക്കലും പൂർണ്ണ വിജയമായില്ല. സുസ്ഥിരമായ ഒരു മേഖലയായി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതേയില്ല എന്ന് കാണാവുന്നതാണ്. 1700-കളായതോടെ ഔറംഗസേബിനും ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. വർഷങ്ങൾ നീക്കിവെച്ചിട്ടും വലിയ തോതിൽ പണം ചെലവഴിച്ചിട്ടും പൂർണ്ണമായും വിജയിക്കാനാവാത്തത് അദ്ദേഹത്തെ തളർത്തിയിരുന്നു. ഈ സമയം സമാധാനം നിലനിന്നിരുന്ന രാജ്യത്തിൻ്റെ മറ്റു മേഖലകളിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങിയിരുന്നു. 1700-നിപ്പുറം അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ മക്കളും കൊച്ചുമക്കളും ഒക്കെ മരണപ്പെടുകയുണ്ടായി. പല അതിർത്തി മേഖലകളിലും ആക്രമണങ്ങൾ നേരിടേണ്ടതായി വന്നു. നീണ്ടുനിന്ന യുദ്ധങ്ങൾ ഖജനാവിൻ്റെ ശേഷിയെ കുറച്ചുകൊണ്ടിരുന്നു. ഔറംഗസേബിൻ്റെ കാലം തീരുകയാണെന്ന ബോധ്യം രാജകുമാരന്മാരായ മുഅസം, അസം, കാംബക്ഷ് എന്നിവർക്കിടയിൽ അടുത്ത അധികാര പോരാട്ടം തുടങ്ങുന്നതിനും മുഗൾ സൈന്യങ്ങൾ വിഭജിക്കപ്പെടുന്നതിനും കാരണമായി. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്ന ഔറംഗസേബിന് പ്രശ്നങ്ങളെ ഇല്ലാതാക്കി കാലം തീർക്കാൻ അവസരമുണ്ടായതുമില്ല. ഒടുവിൽ എഴുത്തുകളിൽ പോലും പരാജയപ്പെട്ട ഭരണാധികാരി എന്ന നിലയിലാണ് അദ്ദേഹം മരിക്കുന്നത് എന്ന് കാണാം. വിദ്യാസമ്പന്നനായ, തൊഴിലിനെ അങ്ങേയറ്റം ബഹുമാനിച്ച, അത്രമേൽ കരുത്തുറ്റ, മതവിശ്വാസിയായ, കഴിവുകളേറെയുള്ള സൈനികനും സൈന്യാധിപനും ഒക്കെയായിരുന്നു ഔറംഗസേബ് എന്ന് പറയാം. ഹിന്ദി, പേർഷ്യൻ തുടങ്ങി പല ഭാഷകളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണെത്താത്ത ഒരു ഭരണകാര്യമോ സൈനിക നടപടിയോ മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രതിസന്ധികളിൽ ഒരിക്കൽ പോലും അദ്ദേഹം തളർന്നതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. തീരുമാനിച്ചുറച്ച കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയതായും കാണാനാവില്ല. കമാൻഡറായും സൈനികനായും അദ്ദേഹം നടത്തിയ യുദ്ധങ്ങൾ അനവധിയാണ്. മകനായ അക്ബർ റബലായി മാറിയപ്പോൾ അതിനെ നേരിടുന്നതിനും അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം അവിടെ പിന്തിരിയുന്നില്ല. പക്ഷെ അപ്പോഴും മറ്റൊരു വശം കൂടി കാണാനാവും. അച്ഛനെ തടവിലാക്കിയതും സഹോദരങ്ങളെ കൊന്നതും മകനായ അക്ബറിന് രക്ഷപ്പെട്ടോടേണ്ടി വന്നതും ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് പോലുമില്ലാതെ ആരെയും വിശ്വസിക്കാതെ ഇരുന്ന ഒരു ഭരണാധികാരി കൂടിയായിട്ടാണ് ഔറംഗസേബിനെ കണക്കാക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ വലിയ കളിയിൽ അദ്ദേഹം ഒരിക്കലും വിട്ടുവീഴ്ചകളോ ഒത്തൊരുമയ്ക്കായി ലിബറൽ നയങ്ങളോ സ്വീകരിച്ചതേയില്ല. തൻ്റെ വിജയത്തിനായി അദ്ദേഹം ഏതു വഴിയും തിരഞ്ഞെടുത്തിരുന്നു. മറ്റുള്ളവർക്ക് വിവേചനം നേരിടേണ്ടി വന്നാൽ അതൊരിക്കലും മികച്ചൊരു ഭരണാധികാരിയുടെ ലക്ഷണമല്ല എന്ന് പറയാവുന്നതാണല്ലോ. അതിവിടെയുമുണ്ട്. സാമ്പത്തിക സൈനിക മേഖലകളിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അത് പ്രകടമായി എന്ന് മാത്രം. മികച്ചൊരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ വികസിപ്പിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ മേഖലകൾ ഉൾപ്പെടെ എല്ലായിടത്തും സാമ്പത്തികമായ, സാമൂഹികമായ, സാംസ്കാരികമായ പുരോഗമനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഔറംഗസേബിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയുക സാധ്യമല്ല. മഹത്തായ മുഗൾ പാരമ്പര്യത്തിന് പല കോട്ടങ്ങളും കൊണ്ടുവന്ന ചക്രവർത്തിയായി കൂടി ഔറംഗസേബിനെ നിരീക്ഷിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സാമ്രാജ്യം അതിൻ്റെ പരമാവധി വ്യാപ്തിയിലേക്ക് ഉയർന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അതിവേഗം അവയൊക്കെ തന്നെയും തകരുകയും ചെയ്തു. ജദുനാഥ് സർക്കാർ പറഞ്ഞതുപോലെ ഔറംഗസേബിൻ്റെ ചരിത്രം എന്നത് 60 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം കൂടിയാണ്. അദ്ദേഹത്തിന് കീഴിൽ മുഗളിൻ്റെ ഏറ്റവും വലിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ആ വികസനം സാമ്രാജ്യത്തിൻ്റെ അവസാനത്തിനും തുടക്കമിട്ടു. അവസാന സമയമായപ്പോഴേക്ക് സാമ്രാജ്യത്തിലെ സമാധാനവും വികസനവും സാംസ്കാരിക മേഖലകളിലെ പുരോഗമനവും ഒക്കെ തകർന്നെന്നും സാമ്രാജ്യം മുന്നോട്ട് പോകുന്നതിന് പകരം പുറകിലേക്ക് നടന്നെന്നും വിലയിരുത്തപ്പെടുന്നു. നോർത്ത് വെസ്റ്റേൺ മേഖലയിലെ അതിർത്തികളൊന്നും സംരക്ഷിക്കപ്പെട്ടതേയില്ല. ഡക്കാൻ മേഖലയിൽ നൽകിയ അമിത ശ്രദ്ധ ബിജാപ്പൂർ, ഗോൽക്കൊണ്ട പോലുള്ള വമ്പൻ രാജ്യങ്ങളെ കീഴടക്കാനൊക്കെ ആയെങ്കിലും അതുവഴി സാമ്രാജ്യത്തിന് യാതൊരുവിധ ഗുണവും വന്നു ചേരുകയുണ്ടായില്ല. ധനസ്ഥിതിയോ സൈനിക ശക്തിയോ ഒന്നും തന്നെ മെച്ചപ്പെട്ടില്ല. പകരം നഷ്ടങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ വലിയ പ്രദേശം ഭരിക്കുകയും വേണം, അതിനുള്ള സാമ്പത്തിക സൈനിക ശേഷി ഇല്ല എന്ന അവസ്ഥയും വന്നു ചേരും. അതുതന്നെ ഇവിടെയും സംഭവിച്ചു എന്ന് പറയാം. എല്ലാം തനിക്ക് കീഴിൽ നേരിട്ട് ഭരണം എന്നൊരു നയം ഒടുവിൽ ഔറംഗസേബിന് തന്നെ പരാജയമായി മാറി എന്ന് പറയാം. വിശ്വസ്തരെ
കഴിവുറ്റവരെ സൃഷ്ടിക്കാൻ ശ്രമിക്കാത്തതും ഒരു പ്രശ്നമായിരുന്നു. മതപരമായ നയങ്ങൾ, ഡക്കാൻ പോളിസി, രാജ്പൂത് പോളിസി എന്നിവ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാവുകയുമുണ്ടായി. ചരിത്രമെടുത്തു നോക്കിയാൽ ഉത്തരേന്ത്യയിലെ സാമ്രാജ്യങ്ങൾ ഡക്കാൻ മേഖലകളെ കൂടെ കേന്ദ്രീകൃതമായ രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതോടെ അത് ആ സാമ്രാജ്യത്തിൻ്റെ തന്നെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നതായി കാണാവുന്നതാണ്. ഔറംഗസേബിൻ്റെ കാര്യത്തിൽ അത് ഒന്നുകൂടെ സംഭവിച്ചു എന്ന് പറയാം. ഔറംഗസേബ് തൻ്റെ അവസാനത്തെ 25 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഭരണതലവും സൈനിക ശേഷിയും മികച്ച ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉപയോഗിച്ചത് ഡക്കാനിലാണെന്ന് കാണാം. ഉത്തരമേഖലകളിലെ ആധിപത്യം ഘട്ടം ഘട്ടമായി തകരുന്നതിനും ഡക്കാനിൽ ആധിപത്യം നേടി വിജയം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം വിജയിക്കാതെ തകരുന്നതിനുമാണ് സത്യത്തിൽ ഇതൊക്കെ കാരണമായി മാറുന്നത്. അങ്ങനെയെങ്കിൽ ഔറംഗസേബിൻ്റെ ഡക്കാൻ പോളിസി മുഗൾ സാമ്രാജ്യത്തിൻ്റെ പരാജയത്തിൻ്റെ ഘടകം കൂടിയാണ്. അപ്രകാരം മികച്ചൊരു ചക്രവർത്തിയായി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ എല്ലാ അവസരവും കഴിവുകളും ഉണ്ടായിരുന്നിട്ടും അതിവിശാലമായ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് കൂടി പരാജിതനായ ഭരണാധികാരി എന്ന നിലയിലാണ് ഔറംഗസേബിൻ്റെ അവസാനമുണ്ടാവുന്നത്. ഒടുവിൽ അദ്ദേഹം തന്നെ എഴുതി, ഏറ്റവും ദൗർഭാഗ്യവാനായ ആൾ ചക്രവർത്തിയാവുന്നു.